സുഹൃത്തുക്കളെ, നന്മയും സത്യസന്ധതയും പുലർത്തിയിട്ടും ജീവിതത്തിൽ പലപ്പോഴും വേദനയും നിരാശയും നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും ഒരു വിലയുമില്ലെന്ന് ചിലപ്പോൾ തോന്നാറുണ്ടോ? ജീവിതത്തിൽ നമ്മളെല്ലാവരും വഞ്ചിക്കപ്പെട്ടിരിക്കാം. പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രതീക്ഷിച്ച പലതും നിരാശയായി മാറിയിരിക്കാം. എന്നാൽ ഈ നിരാശയിൽ തന്നെ മുങ്ങിക്കിടക്കുകയാണോ നമ്മുടെ വിധി? അതോ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകുകയാണോ വേണ്ടത്? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രചോദനാത്മകമായ കഥയാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുക മാത്രമല്ല, നന്മയുടെയും കർമ്മത്തിന്റെയും യഥാർത്ഥ അർത്ഥമെന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്യും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒടുവിൽ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച ഒരു വലിയ സത്യം കണ്ടെത്തുകയും ചെയ്ത ഒരു വ്യക്തിയുടെ കഥയാണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നന്മയുടെയും കർമ്മത്തിന്റെയും ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. ഇത് അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഈ കഥ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നേക്കാം. മനോഹരമായ ഒരു ചെറിയ ഗ്രാമത്തിൽ രാജു എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. അയാൾക്ക് ഒരു സാധാരണ കുടുംബമായിരുന്നു, ഭാര്യയും 2 കുട്ടികളും. എന്നാൽ മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയതുകൊണ്ട് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും രാജുവിന്റെ ചുമലിലായി. കുട്ടികൾ പഠിക്കാൻ പോയിരുന്നു. ഭാര്യയാകട്ടെ വീട്ടുജോലികൾക്കൊപ്പം പശു, എരുമ, ആട് എന്നിവയെ വളർത്തി പാൽ വിറ്റ് കുടുംബത്തെ സഹായിച്ചു. രാജുവിന്റെ പ്രധാന വരുമാനമാർഗം മലകളിൽ കല്ലുവെട്ടുന്ന ജോലിയായിരുന്നു. അത് വളരെ കഠിനാധ്വാനം വേണ്ടുന്ന ജോലിയാണ്. ദിവസം മുഴുവൻ കല്ലുവെട്ടി ക്ഷീണിതനായി രാത്രി അവൻ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നു. എന്നാൽ എത്ര ക്ഷീണിച്ചിരുന്നാലും ഗ്രാമത്തിലെ ആരെങ്കിലും സഹായത്തിനായി രാജുവിനെ വിളിച്ചാൽ അവൻ ഒരിക്കലും ഒഴിഞ്ഞുമാറിയിരുന്നില്ല. ഞാൻ മറ്റുള്ളവരെ സഹായിച്ചാൽ ദൈവം എന്നെ പിന്തുണയ്ക്കും, ദൈവം എനിക്ക് ഒരു ദോഷവും വരുത്താൻ അനുവദിക്കില്ല എന്ന ഒറ്റ തത്വത്തിലായിരുന്നു അവന്റെ ജീവിതം. ഈ വിശ്വാസമായിരുന്നു അവനെ മുന്നോട്ട് നയിച്ചത്. രാജു തന്റെ ജീവിതത്തിലെ ഈ തത്വം അതീവ നിഷ്ഠയോടെയാണ് പിന്തുടർന്നിരുന്നത്. അതുകൊണ്ടുതന്നെ ഒരു അപരിചിതൻ സഹായം ചോദിച്ചാൽ പോലും സ്വന്തം വീട്ടുജോലികൾ പാതിവഴിയിലിട്ട് അയാൾ സഹായിക്കാൻ ഓടുമായിരുന്നു. ഇത് രാജുവിന്റെ ഭാര്യയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവൾ പലപ്പോഴും അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിച്ചു. ആദ്യം സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കൂ, കുടുംബത്തെ നോക്കൂ. നമുക്ക് 2 കുട്ടികളില്ലേ? എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ നടക്കുകയാണല്ലോ. സ്വന്തം വീട് നേരെയാക്കാൻ കഴിയാത്തയാൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നു. ഇത്തരം വാക്കുകൾ രാജുവിന്റെ കാതുകളിൽ എത്തുമ്പോൾ അതവനെ ഒരു മുള്ളുപോലെ കുത്തിനോവിക്കുമായിരുന്നു. ഇത് പലപ്പോഴും അവർക്കിടയിൽ വഴക്കുകൾക്ക് വഴിയൊരുക്കി. എന്നാൽ രാജുവിന് തന്റെ സ്വഭാവം മാറ്റാൻ കഴിഞ്ഞില്ല. ഭാര്യയ്ക്കാകട്ടെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നിർത്താനും കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ വീട്ടിൽ ദിവസേന കലഹങ്ങൾ പതിവായി. ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം രാജുവിന്റെ ഈ ദയ അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാൽ എളുപ്പമുള്ളതും രാജുവിന്റെ കഴിവുകൾക്ക് അനുയോജ്യമായതുമായ ജോലികൾക്കായി അവർ മനഃപൂർവ്വം അവനെ വിളിക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് അധ്വാനം കുറയ്ക്കാമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്രാമവാസികൾ രാജുവിന്റെ നല്ല മനസ്സിനെ മുതലെടുക്കുകയും അവന്റെ പിന്നിൽ നിന്ന് അവനെ കളിയാക്കി വിഡ്ഢി എന്ന് വിളിക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം രാജുവിന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗം പിടിപെട്ടു. അദ്ദേഹം ഭാര്യയ്ക്കായി തന്നാൽ കഴിയുന്ന എല്ലാ പരിചരണങ്ങളും നൽകി. ഗ്രാമത്തിലെ വൈദ്യനെ വിളിച്ചുവരുത്തി ഭാര്യയെ കാണിച്ചു. എന്നാൽ ഈ രോഗം വൈദ്യന്റെ ചികിത്സയ്ക്ക് അപ്പുറമായിരുന്നു. അതുകൊണ്ട് വൈദ്യൻ രാജുവിനോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നഗരത്തിലേക്ക് പോകണം. അവിടെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചാൽ നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഒരു നിമിഷം പോലും വൈകിക്കാതെ നഗരത്തിലെത്താൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ അപകടത്തിലാകും. വൈദ്യന്റെ വാക്കുകൾ കേട്ട് രാജു ഞെട്ടിത്തെരിച്ചുപോയി. ഭാര്യയുടെ നില ഗുരുതരമാണെന്നും ജീവൻ അപകടത്തിലാണെന്നും അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരു സാധാരണ രോഗമാണെന്നും എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്നും വിശ്വസിച്ചിരുന്ന രാജു ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഭയന്നുപോയി. ഇനി എങ്ങനെ ഭാര്യയെ നഗരത്തിലെത്തിക്കും എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ഭാര്യയെ കുതിരവണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ പണം അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നില്ല. തീരെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നതിനാൽ ഒരു കുതിരവണ്ടിയില്ലാതെ അവളെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല. ആകസ്മികമായി തന്റെ ഒരു സുഹൃത്തിന് കുതിരവണ്ടിയുണ്ടായിരുന്നത് രാജു ഓർത്തു. അവൻ പലപ്പോഴും ആ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി നഗരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഞാൻ എന്റെ അയൽക്കാരനും സുഹൃത്തുമായ അവന്റെ ഒരു കാര്യത്തിലും ഇന്നുവരെ ഒഴിഞ്ഞുമാറിയിട്ടില്ല. അതുകൊണ്ട് അവൻ എന്റെ ഈ ആവശ്യം നിരസിക്കില്ല, രാജു ആത്മാർത്ഥമായി വിശ്വസിച്ചു. ഈ പ്രതീക്ഷയോടെ ഒരു കുതിരവണ്ടി ചോദിക്കാൻ അദ്ദേഹം അയൽക്കാരന്റെ അടുത്തേക്ക് പോയി. എന്നാൽ രാജു കുതിരവണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയൽക്കാരൻ ഒഴിഞ്ഞുമാറുന്ന മറുപടി നൽകി.
എന്റെ കുതിരയ്ക്ക് തീരെ സുഖമില്ല. അത് കഷ്ടിച്ച് രക്ഷപ്പെടുമോ എന്നുപോലും സംശയമാണ്. 4 ദിവസമായി അവൻ തീറ്റയെടുത്തിട്ടില്ല. ഈ അവസ്ഥയിൽ ആ പാവം കുതിരയെയും കൊണ്ട് എങ്ങനെ നഗരത്തിലെത്തും? എന്നിരുന്നാലും അയാൾ ഒരു വഴികാട്ടി. നിനക്ക് കുറച്ച് പണം സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്റെ ഒരു സുഹൃത്തിന്റെ കുതിരവണ്ടി നിനക്ക് ഏർപ്പാടാക്കിത്തരാം എന്നയാൾ പറഞ്ഞു. ഇത് കേട്ട് രാജു നിരാശനായി. കാരണം തന്റെ കൈവശം പണമില്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് നഗരത്തിലെ ഡോക്ടറെ കാണാൻ കഴിയില്ലെന്ന ഭയാനകമായ യാഥാർത്ഥ്യം അദ്ദേഹത്തെ ഉലച്ചുകളഞ്ഞു. വല്ലാത്ത ചിന്തകളുമായി രാജു തിരികെ നടക്കുമ്പോൾ ഹൃദയഭേദകമായ ഒരു കാഴ്ച അവൻ കണ്ടു. തന്റെ സുഹൃത്ത് സുഖമില്ലെന്ന് പറഞ്ഞ കുതിരയെ ഒരു ചെറുപ്പക്കാരൻ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കി വണ്ടിയിൽ കെട്ടുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ രാജുവിന് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് രാജു ആ യുവാവിനോട് ചോദിച്ചപ്പോൾ ആ കുതിരവണ്ടി വാടകയ്ക്ക് കൊടുത്തതാണെന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട് രാജുവിന്റെ ഹൃദയം തകർന്നുപോയി. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കള്ളം പറയുകയും തങ്ങളെ സഹായിക്കാൻ മടിക്കുകയും ചെയ്യുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നിരുന്നില്ല. ദുഃഖിതനായി വീട്ടിലേക്ക് മടങ്ങിയ രാജു ഗ്രാമത്തിലെ ഒരു ധനികന്റെ അടുത്തുനിന്ന് കുറച്ച് പണം കടം വാങ്ങി ഒരു കുതിരവണ്ടി ഏർപ്പാടാക്കി. അതിനുശേഷം ഭാര്യയെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് തിരിച്ചു. ഭാര്യയ്ക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജു കഴിഞ്ഞ കാലം ഓർത്ത് ചിന്തിക്കുകയായിരുന്നു. ഒരു കാലത്ത് ഞാൻ എന്റെ അയൽക്കാരനോടൊപ്പം ഇരിക്കുകയും അവനെ സഹായിക്കുകയും ഇത്രയും ദിവസങ്ങൾ അവനെ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഇത്രയധികം സഹായിച്ചയാൾ എന്റെ ഭാര്യ ജീവിതവും മരണവുമായി മല്ലിടുമ്പോൾ ഒരു കുതിരവണ്ടി തരാൻ പോലും വിസമ്മതിച്ചത് എത്ര വലിയ ദുരന്തമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തുവന്നു രാജുവിന് വളരെ മോശം വാർത്ത നൽകി. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് രാജു തകർന്നുപോയി. തന്റെ ഭാര്യയുടെ നില ഇത്രത്തോളം ഗുരുതരമാകുമെന്നോ അവളുടെ ജീവൻ അപകടത്തിലാണെന്നോ അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു സാധാരണ രോഗമായിരിക്കുമെന്നും എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്നും വിശ്വസിച്ചിരുന്ന രാജുവിനെ ഡോക്ടറുടെ വാക്കുകൾ ഭയത്തിന്റെ കയങ്ങളിലേക്ക് തള്ളിവിട്ടു. കുറച്ചു കഴിഞ്ഞ് രാജുവിന്റെ ഭാര്യ മരണപ്പെട്ടു. ഇതോടെ 2 കുട്ടികളുടെയും മുഴുവൻ ഉത്തരവാദിത്തവും അയാളുടെ ചുമലിലായി. എന്നാൽ ഈ ദുരന്തം രാജുവിന്റെ ജീവിതത്തിലെ എല്ലാ തത്വങ്ങളെയും തകർത്തെറിഞ്ഞു. താൻ ഇന്നുവരെ മുറുകെ പിടിച്ച എല്ലാ വിശ്വാസങ്ങളും മിഥ്യാധാരണകളായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ദൈവം തുണയ്ക്കുന്നില്ല, മറിച്ച് ദുഷ്ടന്മാർക്കാണ് അഭിവൃദ്ധിയുണ്ടാകുന്നത്. ഞാനാണ് അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന ചിന്തകൾ അയാളുടെ മനസ്സിൽ നിറഞ്ഞു. ഈ ചിന്തകൾ നിരന്തരം അയാളെ അലട്ടി. ക്രമേണ അയാളുടെ മനസ്സ് ലോകത്തോട് വിരക്തി തോന്നി ഒരു സന്യാസിയുടെ അവസ്ഥയിലേക്ക് മാറി. ലോകബന്ധങ്ങളിൽ നിന്ന് അകന്ന് അയാൾ ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാജു തന്റെ കുട്ടികളെ ബന്ധുക്കളുടെ അടുത്ത് ഏൽപ്പിച്ച് ലോകം ഉപേക്ഷിച്ച് ഒരു സന്യാസിയാകാൻ വീട് വിട്ടുപോയി. ഗ്രാമത്തിൽ ആരോടും അയാൾ ഒന്നും പറഞ്ഞില്ല. രാജു എവിടെയാണ് അപ്രത്യക്ഷനായതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സന്യാസത്തിനുള്ള ദീക്ഷ സ്വീകരിക്കാൻ അയാൾ ഒരു മഹാത്മാവിന്റെ അടുത്തെത്തി. അപ്പോൾ മഹാത്മാവ് ധ്യാനത്തിലായിരുന്നു. ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം മഹാത്മാവ് രാജുവിന്റെ മുഖം വളരെ ശ്രദ്ധയോടെ നോക്കി. എന്നിട്ട് സന്യാസിയാകാനുള്ള കാരണം ചോദിച്ചു. ഇതിന് മറുപടിയായി രാജു തന്റെ മുഴുവൻ ദുരിതകഥയും അദ്ദേഹത്തോട് വിവരിച്ചു. അല്ലയോ ഗുരുദേവ, ഈ ലോകത്തിൽ നിന്ന് എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. ഈ ലോകത്തോട് എന്റെ മനസ്സ് പൂർണ്ണമായി അകന്നിരിക്കുന്നു. എന്റെ സ്വന്തം സുഹൃത്തുക്കൾ പോലും എന്നെ പിന്തുണച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് എന്തു പ്രയോജനം? അതുകൊണ്ടാണ് എനിക്കൊരു സന്യാസിയാകാൻ ആഗ്രഹം, രാജു വേദനയോടെ പറഞ്ഞു. ഇത് കേട്ട ശേഷം മഹാത്മാവ് രാജുവിന് ഉപദേശം നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, മകനെ, ഓർക്കുക, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ഒരു സന്യാസിയാകുന്നത് നിനക്കൊരിക്കലും യഥാർത്ഥ സന്തോഷം നൽകില്ല. മനസ്സിൽ ഈ ഭാരങ്ങളെല്ലാം പേറി നീ ലോകത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. മകനെ, നീ ദൈവത്തെ തേടിയല്ല ഈ ലോകം ഉപേക്ഷിച്ചത്. പകരം ലോകം നിന്നെ വഞ്ചിച്ചു എന്ന തോന്നലിൽ നിന്നാണ് നീ അകന്നുമാറിയതെന്ന മിഥ്യാബോധത്തിലാണ് നീ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാനോ അടിയുറച്ച വിശ്വാസം അർപ്പിക്കാനോ കഴിയാത്തത്. ഈ മാനസികാവസ്ഥയിൽ നിനക്ക് സന്യാസ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രയോജനം നേടാനാവില്ല. ദൈവത്തിൽ സമ്പൂർണ്ണ വിശ്വാസമർപ്പിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സന്യാസത്തിന്റെ ആത്മീയാനുഭവം ലഭിക്കൂ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മഹാത്മാവ് രാജുവിനോട് നേരിട്ട് ചോദിച്ചു. രാജുവിന്റെ മറുപടി വേദന നിറഞ്ഞതായിരുന്നു. ഗുരുദേവ, ഞാൻ ഈ ലോകം കണ്ടതാണ്. ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയുണ്ടാകുന്നത് ഞാൻ കണ്ടു. എന്നാൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത എനിക്ക് ദുഃഖം മാത്രമേ ലഭിച്ചുള്ളൂ. ദൈവം എനിക്ക് വേദനകൾ മാത്രം നൽകി. അതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കാൻ കഴിയുക? ഇതുകേട്ട് മഹാത്മാവ് സൗമ്യമായി പറഞ്ഞു, നീ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നിന്റെ ഈ സന്യാസ ജീവിതത്തിൽ നീ എല്ലാ ഊർജവും നൽകിയിട്ടും നിനക്ക് ഫലം ലഭിച്ചില്ലെങ്കിൽ എന്തു തോന്നും? അതുകൊണ്ട് ആരെ സഹായിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട 5 പ്രധാന തത്വങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഈ തത്വങ്ങൾ മനസ്സിലാക്കി നീ ആദ്യം ലോകത്തിലേക്ക് തിരികെ പോയി ഒരു സാധാരണ ഗാർഹിക ജീവിതം നയിക്കുക.
അതിനുശേഷം മാത്രം സന്യാസ ജീവിതം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാത്മാവ് തുടർന്നു, മകനെ, നീ ആരെ സഹായിക്കാൻ ഒരുങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ തത്വം ഇതാണ്: ആരെ സഹായിക്കുമ്പോഴും അവരിൽ നിന്ന് യാതൊരുവിധ പ്രതീക്ഷകളും വെക്കരുത്. ഇന്ന് ഞാൻ ഒരാളെ സഹായിച്ചാൽ നാളെ അവൻ എനിക്ക് തിരികെ സഹായിക്കുമെന്ന് നിങ്ങൾ ഒരു കാരണവശാലും കരുതരുത്. ഇത്തരം ചിന്താഗതി വെച്ചു പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമേ നേരിടേണ്ടി വരൂ. കാരണം ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, രണ്ടാമത്തെയാൾ അല്ലെങ്കിൽ മൂന്നാമത്തെയാൾ തീർച്ചയായും നിങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുള്ള സഹായം അത് യഥാർത്ഥ സഹായമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അത്യാഗ്രഹത്തിന്റെ ഒരു രൂപം മാത്രമാണ്. നാം ആരെയും നിസ്വാർത്ഥമായി സഹായിക്കുന്നില്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ സ്വാർത്ഥപരമായ ഒരു ലക്ഷ്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. ഞാൻ അവനെ സഹായിച്ചാൽ നാളെ അവൻ എന്നെ സഹായിക്കും എന്ന ചിന്തയോടെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഈ അത്യാഗ്രഹം പലപ്പോഴും നമ്മളെ സമ്പന്നരായ ആളുകളെ മാത്രം സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നു. കാരണം പണമുള്ള ഒരാൾക്ക് മാത്രമേ നാളെ നമ്മളെ തിരികെ സഹായിക്കാൻ കഴിയൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ഒരു പാവപ്പെട്ടവനെ നമ്മുടെ മനസ്സ് അത്യാഗ്രഹം കാരണം ഒരിക്കലും സഹായിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിലുള്ള നിങ്ങളുടെ ചിന്താഗതിക്ക് ഒരു വിശാലമായ കാഴ്ചപ്പാട് നൽകുക. നിങ്ങളുടെ സഹായം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി ഒതുക്കരുത്, അത് എല്ലാവർക്കും ഒരുപോലെയാകണം. ഒന്ന് സങ്കൽപ്പിക്കുക, ഒരു വശത്ത് ധനവും സ്വത്തുമുള്ള നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് നിൽക്കുന്നു, മറുവശത്ത് വിശന്നു വലഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീയും. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട്, കൂട്ടുകാരാ, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു വിരുന്ന് ഓർഡർ ചെയ്യാം എന്ന് പറയുന്നു. അതേസമയം ആ സ്ത്രീ നിങ്ങളോടൊരു കഷണം ഉണങ്ങിയ റൊട്ടിക്കായി യാചിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെയാണ് സഹായിക്കുക? ആർക്കാണ് സഹായത്തിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളത്? ആദ്യം ആ വിശക്കുന്ന സ്ത്രീയുടെ വിശപ്പ് മാറ്റുക എന്നതാണ് നമ്മുടെ മനുഷ്യൻ എന്ന നിലയിലുള്ള കടമ. എന്നാൽ പലപ്പോഴും ആളുകൾ ഇങ്ങനെ ചിന്തിക്കാറില്ല. അവർ തങ്ങളുടെ സുഹൃത്തിനെ വില കൂടിയ ഭക്ഷണം നൽകി സൽക്കരിക്കും, മാർക്കറ്റിൽ നിന്ന് ഏറ്റവും നല്ല സാധനങ്ങൾ വാങ്ങി നൽകും. പക്ഷേ ഒരു പാവപ്പെട്ടവന് വിശപ്പടക്കാൻ പോലും പണം നൽകാൻ മടിക്കും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സഹായിക്കുമ്പോൾ അത്യാഗ്രഹമോ സ്വാർത്ഥതയോ കലർത്തരുത് എന്നതാണ്. പലപ്പോഴും നമ്മളൊരാളെ സഹായിക്കുന്നത് ഭാവിയിൽ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചാണ്. ഞാൻ ഈ സഹായം ചെയ്താൽ ഭാവിയിൽ ഈ വ്യക്തി എന്റെ ഒരു കാര്യം സാധിച്ചു തരും എന്ന് ചിന്തിക്കുന്നത് ശുദ്ധമായ അത്യാഗ്രഹമാണ്. അത് യഥാർത്ഥ സഹായമല്ല. നമ്മൾ സ്വയം വഞ്ചിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രധാന കാര്യം നമ്മുടെ ശേഷിക്കും പരിമിതികൾക്കും അനുസരിച്ച് മാത്രം മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ്. ഒരു കുടുംബനാഥൻ സ്വന്തം കുടുംബത്തെയും കുട്ടികളെയും ദുരിതത്തിലാക്കാതെ മാത്രമേ മറ്റൊരാളെ സഹായിക്കാവൂ. കാരണം നമ്മുടെ ഒന്നാമത്തെ കടമ സ്വന്തം കുടുംബത്തോടാണ്. കുടുംബത്തെ കഷ്ടപ്പെടുത്തി മറ്റൊരാളെ സഹായിക്കുന്നത് ശരിയായ രീതിയല്ല. ആദ്യം കുടുംബത്തെ സന്തോഷിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തതിനു ശേഷം മാത്രമേ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പ്രാധാന്യം നൽകാവൂ. ചില ആളുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻഗണന നൽകുകയും കുടുംബത്തിന് വേണ്ടത്ര ശ്രദ്ധ നൽകാതിരിക്കുകയും ചെയ്യുന്നത് കുടുംബകലഹങ്ങൾക്ക് കാരണമാകുന്നത് നാം സമൂഹത്തിൽ നിരന്തരം കാണാറുണ്ട്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ ജോലിക്കും ഉത്തരവാദിത്തങ്ങൾക്കും എപ്പോഴും മുൻഗണന നൽകുക എന്നതാണ്. സ്വന്തം ജോലികൾ പാതിവഴിയിലിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഓടുമ്പോൾ തിരിച്ച് സഹായം ലഭിക്കാതെ വരുമ്പോൾ മനസ്സ് ദുഃഖത്തിലാകും. ഞാൻ എന്റെ ജോലി പോലും ഉപേക്ഷിച്ച് അവനെ സഹായിച്ചു, എന്നിട്ടും അവൻ എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ജോലിക്ക് പരമപ്രധാനമായ സ്ഥാനം നൽകേണ്ടത്. നമ്മുടെ കർമ്മമാണ് ഏറ്റവും വലുത്. കാരണം ഈ ലോകത്തിൽ നാം ജനിച്ചത് ആ കർമ്മങ്ങൾ നിറവേറ്റാനാണ്. അവസാനമായി മനസ്സിലാക്കേണ്ട കാര്യം എല്ലാം ദൈവഹിതമനുസരിച്ചാണ് നടക്കുന്നത് എന്നതാണ്. നമ്മുടെ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ കടമ. കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം സർവശക്തനായ ദൈവത്തിന്റെ കൈകളിലാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുക. ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചാൽ പോലും അതെല്ലാം ഈശ്വരന്റെ ലീലയാണെന്ന് മനസ്സിലാക്കുക. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ വെറുമൊരു ഉപകരണം മാത്രമാണ്. എല്ലാം ചെയ്യിക്കുന്നത് അവനാണ്. നാളിതുവരെ അവന്റെ ഹിതത്തിനു മുന്നിൽ ആർക്കാണ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ വളരുമ്പോൾ നമ്മുടെ എല്ലാ പരാതികളും ഇല്ലാതാകും. കാരണം ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കു വേണ്ടിയാണ്. ഇപ്പോൾ സംഭവിക്കുന്നതും നന്മയ്ക്കു വേണ്ടിയാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും. നമ്മുടെ ബുദ്ധിക്ക് ഇന്ന് ഈ തത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പരാതികളെല്ലാം ഒഴിവാക്കി നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഗാർഹിക ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുക. അപ്പോൾ മാത്രമാണ് സന്യാസ ജീവിതത്തിന്റെ യഥാർത്ഥ അടിത്തറ പാകുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം മഹാത്മാവ് രാജുവിനോട് പറഞ്ഞു, മകനെ,
നീ നിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുക, നിന്റെ കുട്ടികളെ കൂടെ കൂട്ടി അവരെ നല്ല രീതിയിൽ വളർത്തുക. ഇത് കേട്ട് രാജു തന്റെ കുട്ടികളെയും കൂട്ടി ഗ്രാമത്തിലേക്ക് മടങ്ങി. രാജു ഒരു ഗുരുവിന്റെ അടുത്ത് പോയെന്നോ എന്തറിവുമായാണ് തിരികെ വന്നതെന്നോ ഗ്രാമത്തിലെ ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അടുത്ത ദിവസം അതിരാവിലെ ഗ്രാമവാസികൾ രാജുവിന്റെ മുഖത്ത് ഒരു പുതിയ തിളക്കവും ഒരു പ്രത്യേക പ്രകാശവും കണ്ടു. ഗൗതമ ബുദ്ധൻ പറയുന്നു, ഏകാന്തതയുണ്ടെങ്കിൽ അതിനെ ഒരു അനുഗ്രഹമായി കണക്കാക്കുക. കാരണം നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ ദൈവം നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്റെ ഈ പുതിയ ഇഗ്നൈറ്റിംഗ് പവർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി എഴുതുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.